ഓ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണായ നമ. ശ്രീമദ്ഭാഗവത മഹാപുരാണം ദ്വിതീയ സ്കന്ധം 7-ാമത്തെ അധ്യായം അതിലെ 38-ാമത്തെ ശ്ലോകം കൽക്കി അവതാരത്തെക്കുറിച്ച് പറയാണ്. ഓം യർഹ്യാലയേഷു സദാം നഹരേ കഥാസ്യു പാഷണ്ഡിനോ ദ്വിജജനാ വൃഷളാ നൃദേവാ സ്വാഹാ സ്വധാ വഷട് ഇതി സ്മ ഗിരോ നയത്ര ശാസ്താ ഭവിഷ്യതി കലേർഭഗവാൻ യുഗാന്തേ. യർഹി എപ്പോഴാണോ സദാം ആലയേഷു അപി സജ്ജനങ്ങളുടെ ഗൃഹങ്ങളിൽ അടക്കം അവിടെയും ഹരേഹേ കഥാഹ ന സ്യു ഭഗവാന്റെ കഥകൾ പറയുന്നില്ല എങ്കിൽ, ഭഗവാന് പൂജാതി കാര്യങ്ങൾ ചെയ്യുന്നില്ല എങ്കിൽ, നാമം കീർത്തനം തൊട്ടുള്ള കാര്യങ്ങളൊന്നും ചെയ്യണില്ല എങ്കിൽ അവിടെ ദ്വിജാനാം പാഷണ്ഡിന ഭാവം വരിക. ദ്വിജന്മാർ ബ്രാഹ്മണരാവാം, ഭക്തന്മാരാവാം, രാജാക്കന്മാരാവാം, വൈശ്യന്മാർ വരെ ആവാം. ഉപനയനം കഴിഞ്ഞിട്ടും ആ ഈശ്വരഭാവേന നിഷ്ഠയോട് കൂടിയിട്ട് വർണ്ണാശ്രമധർമ്മങ്ങളെയൊന്നും പാലിക്കണില്ല എങ്കിൽ, ജ്ഞാനം ജ്ഞാനം സമ്പാദിച്ച് അത് പ്രവർത്തിക്കാൻ തയ്യാറല്ല എങ്കിൽ, ഗുരുസേവ, ദേവപൂജ, ദീനസേവ തൊട്ടുള്ള കാര്യങ്ങളൊന്നും ചെയ്യണില്ല എങ്കിൽ അതൊക്കെ ഇതിൽ പെട്ടതാണ്. ഭാഗവതം മാത്രമല്ല, ഭാഗവത ധർമ്മത്തിൽ ചരിക്കുന്നില്ല എങ്കിൽ, ഭഗവാനെ ആശ്രയിക്കുന്നില്ല എങ്കിൽ, അത് വളച്ചൊടിച്ച് തനിക്ക് പാകത്തിന് പൂജയായാലും വായനയായാലും വിറ്റ് കാശാക്കി അങ്ങനെയാണെങ്കിൽ അത് പാഖണ്ഡമതാണ്, ദേവവിരോധമാണ്. പാഷണ്ഡം പാഖണ്ഡം വലിയ വ്യത്യാസമൊന്നുമില്ല. ദേവവിരോധം തന്നെയാണ് പ്രധാനം. മാത്രമല്ല അത് വക്രിച്ച് പറയുക, തനിക്ക് അനുകൂലമായിട്ട് പറയുക. പാഖണ്ഡം എന്ന് പറഞ്ഞാൽ തനിക്ക് അനുകൂലമായിട്ട് വക്രിച്ച് പറയുക, സ്വാർത്ഥം, തിന്മ. അതേപോലെ തന്നെ ദേവവിരോധമായിട്ട് മാറുകയും ചെയ്യും ആ ഒരു പ്രവൃത്തി, സാത്വിക വിരോധമായിട്ട് മാറും. അപ്പോൾ അത് വരാൻ പാടില്ല. അതാണ് പാഖണ്ഡം, പാഷണ്ഡം. അങ്ങനെ ആരാണോ ഈ ദ്വിജന്മാർ കൂടി കലികാലത്തിൽ വരുന്നത്, അതേപോലെ വൃഷളാഹ നൃദേവാഹ എത്ര, ഈ വൃഷളന്മാരെന്ന് പറഞ്ഞാൽ വേദാധികാരമില്ലാത്തവർ, അപ്പോൾ ശൂദ്ര വിഭാഗത്തിൽപ്പെട്ടവർ നൃദേവന്മാരാവുക, ജൽ ഭൂമി ഭരിക്കുക. ശൂദ്രന്മാർ വേദാധികാരമില്ലാത്തവർ, അപ്പോൾ ജ്ഞാനം സമ്പാദിക്കാൻ പറ്റില്ല. അവർ രാജാക്കന്മാരായാൽ സംഘബലം കൊണ്ട് രാജാക്കന്മാരാവുന്ന. സംഘബലം അതായത് ഈ ശൂദ്രന്മാർ സംഘടിച്ചു കഴിഞ്ഞാൽ ജ്ഞാനം ഉണ്ടാവില്ല, സംഘബലം ഉണ്ടാവുകയും ചെയ്യും. കയ്യൊക്കെ മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടാവും, പക്ഷേ ബുദ്ധി ഉണ്ടാവില്ല. ജ്ഞാനമുണ്ടെങ്കിൽ അത് ബുദ്ധിയിലായിട്ടല്ല, പ്രവർത്തിക്കില്ല, സാത്വിക ഭാവത്തിലാവില്ല. ആരെയാ ദ്രോഹിക്കേണ്ടത്, ആരെയാ ശിക്ഷിക്കേണ്ടത്, ആരെയാ രക്ഷിക്കേണ്ടത്, ഇത് അറിയാത്തൊരു ഭാവത്തിലാവും ഉണ്ടാവുക. അതുകൊണ്ടാണ് വേദം പഠിച്ച് ഗുരുവിൻ്റെ ആജ്ഞ അനുസരിച്ച് വേദത്തിൽ എന്താണോ പറഞ്ഞത് അത് തന്നെ ജീവിതത്തിൽ ശീലമാക്കുന്നവർ ഈ സംഘടിച്ചാലും കുഴപ്പമില്ല. അവർ ലോകത്തിന് അഹിതം ചെയ്യില്ല, ഒരാളെയും ഹിംസിക്കില്ല. അപ്പോൾ ആ ഒരു ഭാവത്തിലല്ലാത്തവരൊക്കെ ശൂദ്രന്മാരാണ്. പൂണനൂലിട്ടുകൊണ്ട് കാര്യമുണ്ട് തോന്നുന്നില്ല. ഭക്തന്മാരാവണം, സ്ഥിരമായിട്ട് അമ്പലത്തിൽ പോയിക്കൊള്ളണമെന്നില്ല. ഭാഗവതം സ്ഥിരമായിട്ട് വായിച്ചത് കൊണ്ട് ഭക്തനായിക്കൊള്ളണമെന്നില്ല. അപ്പോൾ ഇതൊക്കെ വൈരുദ്ധ്യങ്ങൾ ധാരാളമുണ്ട്. സാത്വിക ഭാവത്തിലാവുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. അങ്ങനെ ആവുകയാണെങ്കിൽ ഈ ദോഷങ്ങളൊന്നുമില്ല. അങ്ങനെ അല്ലാത്തൊരു ഭാവത്തിലാണ് ഈ രാജ്യഭരണം ഉൾപ്പെടെയുള്ളവർ ശൂദ്രന്മാരെ എടുക്കുന്നത് എങ്കിൽ ആ സമയത്ത് എത്ര അവിടെ എന്തുണ്ടാവില്ല, സ്വാഹ സ്വധ വഷട്ട് ഇത് കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. ഇത് ആ സമയത്ത് ഈ സ്വാഹ എന്ന് പറഞ്ഞാൽ അഗ്നിക്ക് ഹോമിക്കുക, അഗ്നിയിലേക്ക് ഹോമിച്ച് എല്ലാ ദേവന്മാർക്കും കൊടുക്കുക. സ്വധ എന്ന് പറഞ്ഞാൽ പിതൃക്കൾക്ക് കൊടുത്തിട്ട് പിണ്ടം വയ്ക്കുമ്പോൾ ഒക്കെ സ്വധ എന്ന് പറയുമ്പോൾ അത് സ്വീകരിക്കേണ്ട പ്രേതങ്ങൾക്ക് കിട്ടും. അത് കിട്ടാണ്ടാവും, കാരണം അത് ചെയ്യണമെന്നില്ല, ശ്രാദ്ധ ബലിയാദികൾ ചെയ്യണില്ല, പിന്നെ എങ്ങനെയാണ്. അതേപോലെ യാഗ ഹോമാദികൾ, യജ്ഞാദികൾ, അതിലൊക്കെ സ്വാഹ സ്വധ വഷട്ട് ഹും ഹുംഭട്ട് ഭട്ട് ആശ്രാവയ വൗഷട്ട് നമ ഇങ്ങനെയൊക്കെ പലതുമുണ്ട്. പല മന്ത്രങ്ങളെ കൊണ്ടും നമുക്ക് ഈ സമർപ്പണം ചെയ്യാൻ സാധിക്കും. പ്രദക്ഷിണം, നമസ്കാരം ഒക്കെ സമർപ്പണ. ദാനം വലിയ സമർപ്പണ. അപ്പോൾ അന്നദാനം തൊട്ടിട്ട് ധനദാനം, ഭൂദാനം,
കന്യാദാനം, സ്വർണ്ണദാനം, വിദ്യാദാനം. ദാനം എത്രയാണെന്ന് ചോദിച്ചാൽ ചില അനവധി തരത്തിൽപ്പെട്ട ദാനങ്ങളാണ്. അത് എങ്ങനെ വേണം? ഉപയുക്തമായിട്ട് ഞാൻ എനിക്ക് എന്നുള്ള നിലയ്ക്ക് ദാനം വേണമെന്നാണ്. എനിക്ക് വിശക്കുന്നു, ഭക്ഷണം കഴിച്ചാലാണ്, ഇഷ്ടപ്പെട്ട ഭക്ഷണം കഴിച്ചാലാണ്, മിഷ്ടാന്നം കഴിച്ചാലാണ് സുഖാവുക. അത് തന്നെ വേണം ഈ ആവശ്യക്കാരന് കൊടുക്കുമ്പോൾ. എൻ്റെ ടേസ്റ്റ്, എൻ്റെ ഈ ആഹാര സ്വീകരണത്തിൻ്റെ സ്വഭാവം അതായിക്കോളന്നില്ല ഈ വന്നയാൾക്ക്. അപ്പോൾ വന്നയാളുടെ ഇഷ്ടവും വന്നയാളുടെ ആഹാരത്തിൻ്റെ ഇന്നതാണ് അദ്ദേഹത്തിന് വേണ്ടത്, അത് തന്നെ കൊടുക്കണം. ഒരു സന്യാസി വന്നു, അപ്പോൾ ശ്രാദ്ധത്തിൻ്റെ അങ്ങനത്താണ് വെച്ചോളമ്പി കൊടുക്കുക. അതേപോലെ പഴങ്ങൾ മാത്രമേ കൊടുക്കാവൂ, അങ്ങനെ ചിലവരുണ്ട്. അപ്പോൾ ശുദ്ധം വളരെ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ടവർ. അതുപോലെ സാധാരണ ഒരു സന്യാസിയാണെന്ന് വെച്ചാൽ എന്ത് വേണമെന്ന് വെച്ചാൽ കൊടുക്കാം. കലികാലത്തിൽ അങ്ങനെ ഒരു ഇതുണ്ട്. അപ്പോൾ പലതരത്തിൽപ്പെട്ടതായിട്ടുള്ള ആഹാര സ്വീകരണമാണ്. അപ്പോൾ പശുവും ആനയൊക്കെയാണെന്ന് വെച്ചാൽ പുല്ലും പട്ടയൊക്കെയാണ് കൊടുക്കേണ്ടത്, ഈ വ്യത്യാസം. അപ്പോൾ ആഹാരത്തിൻ്റെ കാര്യത്തിൽ അങ്ങനെയാണെന്ന് വെച്ചാൽ ധനം, അതേപോലെ ഇപ്പോൾ 1000 ഉറുപ്പ്യ ആവശ്യമുള്ളവർക്ക് 1000 തന്നെയാണ് കൊടുക്കേണ്ടത്. 1 കോടി ഉറുപ്പ്യ വേണ്ട വെച്ചാൽ 1 കോടി ഉറുപ്പ്യ കൊടുക്കേണ്ടതെന്നർത്ഥം. ഇപ്പോൾ രാജാവിനാണെന്ന് വെച്ചാൽ സൈന്യമാണ് കൊടുക്കേണ്ടത്. ഇങ്ങനെ വ്യത്യാസമുണ്ട്. ദാനത്തിന് അനവധി വ്യത്യാസങ്ങളുണ്ട്. വിദ്യാർത്ഥിക്ക് വിദ്യ തന്നെയാണ് കൊടുക്കേണ്ടത്. അതിന് വേണ്ട ഉപകരണങ്ങൾ എന്താ വെച്ചാൽ അതൊക്കെയാണ് കൊടുക്കേണ്ടത്. അപ്പോൾ ഈ സ്വാഹ, സ്വധ, വഷട്ട്, വൗഷട്ട് ഇങ്ങനെയുള്ള ഹോമമന്ത്രാദികൾ, നമസ്കാരാദി കാര്യങ്ങൾ നയത്ര അങ്ങനെ ഒന്ന് ഇല്ല, അങ്ങനെ ശബ്ദം പോലും കേൾക്കാനില്ല എങ്കിൽ അവിടെ എന്താ ഉണ്ടാവുക? യുഗാന്തേ, ഈ കലിയുഗത്തിൽ, കലിയുടെ ഇത് ഇല്ലാത്ത ഒരു ഭാവത്തിലുള്ള ആ യുഗം കലിയുഗമാണ്. ആ കലിയുഗത്തിൻ്റെ അവസാനത്തിൽ ഭഗവാൻ കലേഹേ ശാസ്താഹ ഭവിഷ്യതി, കലിയുഗത്തിനെ അവിടെ ശാസിക്കുക എന്ന ആ പ്രവൃത്തി ചെയ്യാൻ വേണ്ടിയിട്ട് അവതരിക്കും. അതുകൊണ്ടാണ് കൽക്കിയായത്. കലിയുഗത്തിനെ ശാസിക്കുന്നവൻ എന്നുള്ള അർത്ഥത്തിലാണ് കൽക്കി. അവിടെ ഖഡ്ഗി എന്ന് പറയാറുണ്ട്. ഖഡ്ഗി എന്നുള്ളത് വാള് പിടിച്ച്, ജ്ഞാനം ആണ് വാള്. അപ്പോൾ വാള് പിടിച്ചിട്ടാണ് ശത്രുക്കളെ ഇല്ലാണ്ടാക്കാം. കാമക്രോധ ലോഭമോഹ മത മത്സര്യാദി ഷഡ്വൈരി, ഷഡൂർമി, ഷഡ് അരി അങ്ങനെയുള്ള പഞ്ചക്ലേശങ്ങളൊക്കെ ഇല്ലാണ്ടാക്കാൻ ഈ ജ്ഞാനം മതി. ഇനി ദുഷ്ടന്മാരെ നിഗ്രഹിക്കുകയാണ് വേണ്ടെങ്കിൽ അതിനും വാള് തന്നെയാണ് വേണ്ടത്. അപ്പോൾ ഖഡ്ഗം പിടിച്ചു കൊണ്ടുവരുന്ന ഈ കലിയുടെ ചീത്ത കാര്യങ്ങളെ ഇല്ലാണ്ടാക്കാൻ വേണ്ടി ഉപദേശം തരുന്ന കൽക്കിയായിട്ടും ഖഡ്ഗിയായിട്ടും ഭഗവാൻ ഒരേ ആളാണ്. ആ യുഗത്തിൻ്റെ അവസാനത്തിലായതുകൊണ്ട് പിന്നത്തെ യുഗം കൃതയുഗമാണ്. ഋഷിമാരായിട്ട് അവിടെയും ഇവിടെയും തപസ് ചെയ്യുന്നവർ മാത്രമേ ബാക്കി ഉണ്ടാവുള്ളൂ. ബാക്കിയുള്ളവരെയൊക്കെ ദുഷ്ടത ബാധിക്കുന്നത് കൊണ്ട് വധിക്കും ഭഗവാൻ, മുക്തി കൊടുക്കും. ആ കൽക്കിയായിട്ടും ഇനി ഈ ഭഗവാൻ വരും എന്ന് ബ്രഹ്മാവ് നാരദനോട് പറഞ്ഞു. ഭവിഷ്യതി, ഭവിക്കും. യർഹി, എപ്പോഴാണോ ആലയേഷു അപി, ആലയങ്ങളിൽ, ഗൃഹങ്ങളിൽ, സദാം ആലയേഷു അപി, സാത്വികരായിട്ടുള്ള ബ്രാഹ്മണർ, ഭക്തന്മാർ അവിടെ പോലും ന ഹരേഹേ കഥാഹ സ്യു, ഭഗവാൻ ഹരിയുടെ കഥകൾ പറയുന്നില്ല എങ്കിൽ, ഭാഗവതം വായിക്കണില്ല എങ്കിൽ, ഇപ്പോൾ ഭാഗവതം വായിച്ചാൽ പോരാ എന്നുള്ളത് ഉറപ്പായിട്ട് മനസ്സിലാക്കുക. അതിൻ്റെ ആന്തരാർത്ഥങ്ങളൊക്കെ നല്ലോണം മനസ്സിലാക്കി അതനുസരിച്ച് ജീവിക്കണം. കേൾക്കുന്നവരും പറയുന്നവരും ഒരേപോലെ ആ രീതിയിൽ ജീവിക്കണം. ലളിതമായിട്ടുള്ള ജീവിത സമ്പ്രദായങ്ങൾ, അന്യരെ സഹായിക്കുക എന്നുള്ള മനോഭാവം, ഇതൊക്കെ നിർബന്ധമാണ്. സാത്വിക ഭാവം. പാഷണ്ഡിനോ ദ്വിജജന, അപ്പോൾ ദ്വിജന്മാർ പോലും ഇങ്ങനെ വക്രിച്ചു കൊണ്ടും സ്വാർത്ഥത്തിന് വേണ്ടിയിട്ടും നല്ല കാര്യങ്ങളെ ചീത്തയാക്കി പറഞ്ഞുകൊണ്ടും, അതേപോലെ വൃഷളാ നൃദേവാഹ, ശൂദ്രന്മാർ, വേദാധികാരമില്ലാത്തവർ ഭരിക്കുന്നവർ, ഭൂമിയെ ഭരിക്കുന്നവരായി കഴിഞ്ഞാൽ അത് കലിയന്യാണ്, അത് സംശയമില്ല. ഭരണം സ്വതവേ ബ്രാഹ്മണരെ അനുസരിക്കുന്നവർക്ക് മാത്രമേ ഭരണം ചെയ്യാൻ പാടൂ എന്ന് ഭഗവാൻ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ ബ്രാഹ്മണരെ ബഹുമാനിക്കുന്നു, കൃഷ്ണൻ്റെ വാക്കാ. അപ്പോൾ ഭഗവാൻ ബ്രാഹ്മണരെ ബഹുമാനിക്കുന്നത് ബ്രാഹ്മണരുടെ സ്ഥാനം
ദേവന്മാരെക്കാൾ മീതെയാണ് എന്ന് ഭഗവാനാൽ അത് സമർത്ഥിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അത്രയും കൂടുതൽ പ്രാധാന്യമുണ്ട് ബ്രാഹ്മണർക്ക്. സൂര്യനല്ല പ്രാധാന്യം, സൂര്യൻ്റെ രശ്മികൾക്കാണ് എന്ന് ദേവി ഭാഗവതം പറഞ്ഞിട്ടുണ്ട്. അതുതന്നെയാണ് ഇവിടെ വ്യംഗ്യമായിട്ട് വരിക. അപ്പോൾ ഭഗവാൻ അവതാരം, ഭഗവാന്റെ ഈ അനുഗ്രഹ ശക്തി, ഇതൊക്കെ ഭഗവാൻ ഇല്ലാഞ്ഞിട്ടല്ല. പക്ഷേ സേവനം ചെയ്യുക എന്നത്, പ്രാവർത്തിക ഫലത്തിൽ ഈ ഭഗവാന്റെ അനുഗ്രഹത്തെ എല്ലാവർക്കുമായിട്ട് വീതിക്കപ്പെട്ട് കൊടുക്കുക എന്നത് ബ്രാഹ്മണർക്ക് മാത്രമേ സാധിക്കുള്ളൂ. അതുകൊണ്ട് ബ്രാഹ്മണർക്ക് പ്രാധാന്യം. എനിക്ക് നേരിട്ട് കൊടുക്കാൻ പറ്റില്ല, അത് കൊടുക്കാനൊരാൾ വേണം. ആ കൊടുക്കാനുള്ള ആളുകളാണ് ബ്രാഹ്മണർ. ദൈവാധീനം ജഗത്സർവം മന്ത്രാധീനം തു ദൈവതം തൻ മന്ത്രം ബ്രാഹ്മണാധീനം ബ്രാഹ്മണേഭ്യോ നമോ നമ. അതുകൊണ്ട് ഭഗവാൻ പോലും ബ്രാഹ്മണർക്ക് നമസ്കരിക്കണമെന്നാണ്. എൻ്റെ കയ്യിൽ കഴിവുണ്ട്, പണ്ട് കാലം എനിക്ക് കൊടുക്കാൻ പറ്റണ്ടേ. അതേപോലെ ബ്രാഹ്മണർ കൊടുത്താലേ ദേവന്മാർക്ക് എടുക്കാനും പറ്റുള്ളൂ, അല്ലെങ്കിൽ ഇന്ദ്രൻ പട്ടിണിയാണ്. ഭഗവാനൊന്നും ആവശ്യമില്ല. ഭഗവാൻ പറഞ്ഞിട്ടുണ്ട് 15% നമ്മൾ കൊടുക്കുന്നത്, 15% അല്ല കേട്ടോ, 16 ഭാഗങ്ങളായിട്ട് വയ്ക്കുമ്പോൾ നമ്മൾ കൊടുക്കുന്നത് എന്തോ ആയിക്കോട്ടെ, വലിയ ഒരു പാത്രത്തിൽ ഫുള്ളായിട്ട് നേദ്യം കൊടുത്തു വയ്ക്കുക. അതിൽ നേദ്യത്തിൽ 16 ആക്കുക. 16 ആക്കിയിൽ 15 ഭാഗവും ആലില കൃഷ്ണനും 1 ഭാഗം വിഷ്ണുവിനും പാലകന്. കൃഷ്ണനൊന്നും വേണ്ടെന്നാ എന്നുവെച്ചാൽ ബാക്കി ആർക്കും ഒന്നും വേണ്ട. ഇതെല്ലാം കിട്ടുന്നത് ആലിലകൃഷ്ണ. ആലിലകൃഷ്ണൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഇരിക്കുന്നതായിട്ടുള്ള ദേവീദേവ സങ്കല്പങ്ങൾ കുറേയുണ്ട്, ഋഷികളൊക്കെ ഉണ്ട്. അപ്പോൾ അവർക്കാണ് ഇതൊക്കെ കിട്ടുക. അപ്പോൾ അതുകൊണ്ട് 15 ഭാഗം, 16ൽ 15 ഭാഗവും, ഇപ്പോൾ ശതമാനം എത്രയായി? 99 ആയി എന്നർത്ഥം, അല്ലെങ്കിൽ 95ൻ്റെ മീതിയായി. അപ്പോൾ അത്രയും കൂടുതൽ കൊടുക്കുന്നത് ആലിലകൃഷ്ണന് വേണ്ടിയിട്ടാണ്, ബ്രഹ്മാണ്ടത്തിലേക്ക് വേണ്ടിയിട്ടാണ് എന്ന് സാരം. ബ്രഹ്മാണ്ടത്തിലേക്ക് കൊടുക്കുന്നത്, ബ്രഹ്മാണ്ടത്തിൻ്റെ ഈ സൃഷ്ടി നടത്തുന്നത് ആലിലകൃഷ്ണ. അപ്പോൾ ആ ആലിലകൃഷ്ണനാണ് ഇത് മുഴുവൻ കിട്ടേണ്ടത്. അപ്പോൾ നമ്മൾ കൊടുക്കുന്നത് മറ്റൊരാൾക്കല്ല, നമുക്ക് തന്നെയാണ്. ഇതാണ് പറഞ്ഞതിൻ്റെ ആ സാരം. ദേവി ഭാഗവതം പ്രത്യേകം പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെ കൊടുക്കുന്നത് കൊടുക്കാതിരിക്കുക എന്നൊരവസ്ഥയിൽ കലികാലത്തിലുണ്ടാകുമ്പോഴാണ് ഈ ശൂദ്രന്മാർ ഭരിക്കുക, പാഖണ്ഡം ഭക്തന്മാർ പോലും പറയുക, ഭാഗവതാദി കാര്യങ്ങളൊന്നും സ്മരിക്കുക പോലും ചെയ്യാതിരിക്കുക, ഹോമപൂജാദികളോ വ്രതാദികളോ ദാനാദികളോ ഒന്നും ഇല്ലാതിരിക്കുക. ആ സമയത്ത് ഭഗവാൻ ശാസിതാവായിക്കൊണ്ട്, അതായത് അയ്യപ്പൻ ശാസ്താവ്, കലിയുഗ പ്രഭാവം അയ്യപ്പനാണല്ലോ, കാളിക്കും അയ്യപ്പനും ആണ്. അപ്പോൾ കാളിയും ഗണപതിയും എന്ന് ദേവി മഹാത്മ്യം പറഞ്ഞിട്ടുണ്ട്, കാളിയും ഗണപതിയും. പക്ഷേ ഭാഗവത പ്രകാരം അത് ശാസ്താവ് കാളിയും അയ്യപ്പനുമാണ്, ശാസിതാവ്. ഗണപതി അയ്യപ്പനും ശൈവം തന്നെയാണല്ലോ. അപ്പോൾ ആ നിലയ്ക്ക് അത് തർക്കം വേണ്ട എന്നൊരു തോന്നൽ എപ്പോഴും വരാറുണ്ട്. രണ്ടുപേരുടെയും സ്ഥാനം ഒരു ബ്രഹ്മാവസ്ഥയിലാണ്, നേരിട്ട് പ്രവർത്തിക്കുന്നു. ഇപ്പോൾ ഗണോദ്യമമില്ലാത്ത വീട് കഷ്ടിയാവും. അതേപോലെ അയ്യപ്പനെ പൂജിക്കാത്തവരും ശബരിമലയ്ക്ക് പോകാത്തവരും കഷ്ടിയാവും. അപ്പോൾ അതൊക്കെ ഇതിൻ്റെ ഒരു കാരണമാണ്. ആളെ വിളിച്ച് കൂട്ടണ്ട. ഭദ്രകാളിയുടെ അമ്പലത്തിലേക്കും അയ്യപ്പൻ്റെ അമ്പലത്തിലേക്കും ആളെ വിളിച്ച് കൂട്ടണ്ട. ഗണപതി ഇല്ലാത്ത ഒരു അമ്പലം ഇല്ലേ ഇനി. അങ്ങനെയാണ്. അപ്പം ഇങ്ങനെ യർഹി ആലയേഷു അപി സദാം ന ഹരേ കഥാ സ്യു പാഖണ്ഡിനഃ ദ്വിജജനാഃ വൃഷളാഃ നൃദേവാഃ സ്വാഹാ സ്വധാ വഷടിതി സ്മ ഗിരഃ ന യത്ര തത്ര ശാസ്താ ഭവിഷ്യതി. അവിടെ എങ്ങനെയാണ് വരിക? കലേഹേ ഭഗവാൻ യുഗാന്തെ, കലിയുഗത്തിൻ്റെ അവസാനത്തിലാണ് ഭഗവാൻ ഇങ്ങനെ അവതരിക്കുക. യർഹ്യാലയേഷു അപി സദാം ന ഹരേ കഥാസ്യു പാഖണ്ഡിനോ ദ്വിജജനാ വൃഷളാ നൃദേവാ സ്വാഹാ സ്വധാ വഷടിതി സ്മ ഗിരോ നയത്ര ശാസ്താ ഭവിഷ്യതി കലേർ ഭഗവാൻ യുഗാന്തേ. ഇങ്ങനെ 38ാമത്തെ ശ്ലോകത്തിൽ കൽക്കിയായിട്ട് ഭഗവാൻ ഖഡ്ഗിയായിട്ട് വരും എന്ന് പ്രത്യേകം പറഞ്ഞു. അപ്പോൾ നമ്മളെല്ലാവരും ഭാഗവതന്മാരാണ്, അതുകൊണ്ട് പാഖണ്ഡം പറയണ്ട. സാത്വികതയ്ക്ക് വിരോധം വരുന്ന രീതിയിലോ ബ്രാഹ്മണർക്കോ ദീനർക്കോ ഈ ദേവഭാവത്തിനോ
സാത്വികതയ്ക്കോ ഒരു തരത്തിലും കോട്ടം വരാത്ത രീതിയിൽ നമ്മുടെ മനസ്സാ വചസാ കർമ്മണ ത്രികരണങ്ങൾ അത് ശുദ്ധമാക്കി തീർക്കാൻ ഈ ഒരു ശ്ലോകം ഉപകരിക്കട്ടെ. ഭഗവാന്റെ തൃക്കാൽക്കൽ വാക്കുകൾ സമർപ്പിക്കുന്നു. നാരായണ നാരായണ നാരായണ.